നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ടൈംസ് എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് കുടുംബ സംഗമം നടത്തി. അൽ-അസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ മെഡിക്കൽ പ്രിവിലേജ് കാർഡിന്റെ വിതരണോദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും അൽ-അസർ CEO സുധീർ ബാസുരിയും ചേർന്ന് നടത്തി. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കുടപിടിക്കുന്ന രണ്ട് ജനവിരുദ്ധ സർക്കാരുകളുടെ വികൃത മുഖങ്ങളാണെന്ന് അഡ്വക്കേറ്റ് VT ബൽറാം. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെയും ലയൺസ് ഡയമണ്ട് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N നമ്പൂതിരി നിർവഹിച്ചു. കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡുകളിലെയും കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. തൊടുപുഴ ദീനദയ സേവാ ട്രസ്റ്റ് കോലാനി നിവാസികളുടെ സഹകരണത്തോടെ കോലാനി ഗോകുലം ബാലഭവനിൽ ഓണോത്സവം സംഘടിപ്പിച്ചു. തൊടുപുഴ സ്മിത ഹോസ്പിറ്റൽ CEO ഡോക്ടർ രാജേഷ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ടൈംസ് എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് കുടുംബസംഗമം നടത്തി. കുടുംബസംഗമത്തിൽ പ്രസിഡന്റ് TC രാജു തരണിയിൽ അധ്യക്ഷത വഹിച്ചു. അൽ-അസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ മെഡിക്കൽ പ്രിവിലേജ് കാർഡിന്റെ വിതരണോദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും അൽ-അസർ CEO സുധീർ ബാസുരിയും ചേർന്ന് നടത്തി. വൈസ് പ്രസിഡന്റ് ജോസ് കളരിക്കൽ പ്രിവിലേജ് കാർഡ് ഏറ്റുവാങ്ങി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ടൈംസ് എന്റർടൈൻമെന്റുമായി സഹകരിച്ച് കുടുംബസംഗമം നടത്തി. കുടുംബസംഗമത്തിൽ പ്രസിഡന്റ് TC രാജു തരണിയിൽ അധ്യക്ഷത വഹിച്ചു. അൽ-അസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ മെഡിക്കൽ പ്രിവിലേജ് കാർഡിന്റെ വിതരണ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും അൽ-അസർ CEO സുധീർ ബാസൂരിയും ചേർന്ന് നടത്തി. നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ഒരു വ്യാപാര വ്യവസായ ശൃംഖലയാണ് ഈ ഹാളിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നേതൃത്വത്തിൽ ഉള്ളത്. അപ്പോൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള അനവധി പദ്ധതികളും പരിപാടികളുമായി മുൻപോട്ട് പോകുന്നു. പ്രിയപ്പെട്ട രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയുടെ ചുമതലയേൽക്കുന്നതിന് ശേഷം വളരെ വ്യത്യസ്തമാണെന്ന പല ഇടപെടലുകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, അതിൽ പങ്കാളികളായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും നല്ല മികച്ച പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൊടുപുഴയിലെ വ്യാപാരികളെയും കോർത്തിണക്കിക്കൊണ്ട് തൊടുപുഴയിലെ മുഴുവൻ വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും സൗജന്യ OP കൺസൾട്ടേഷൻ, 24 മണിക്കൂറും സൗജന്യ ടെലി കൺസൾട്ടേഷൻ, ഹോം കെയർ സൗജന്യ സർവീസ്, ചികിത്സാ ചിലവുകൾക്ക് 20% വരെ ഡിസ്കൗണ്ട് എന്നിവ നൽകുന്നത് തൊടുപുഴയിലെ സാധാരണക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുവെന്ന കാര്യമാണെന്ന് കാർഡ് വിതരണ വേദിയിൽ MP പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ജോസ് കളരിക്കൽ പ്രിവിലേജ് കാർഡ് ഏറ്റുവാങ്ങി. ഓൾ കേരള അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് ഇൻഡോ മോഡലിംഗ് ഫാഷൻ അസോസിയേഷന്റെ സഹകരണത്തോടെ മലയാളി മംഗ മത്സരവും ലക്ഷ്മി സിൽക്സിന്റെ ഡിസൈനർ ഷോയും നടത്തി. കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലെ പ്രസവരക്ഷാ സഹായങ്ങൾ ചെയ്യുന്ന ഡോക്ടർ പ്ലസ് ആയുർവേദ, ജയ്ക്കോ ജ്വൽസ്, തെരേസ ബ്യൂട്ടിക് എന്നിവർ സ്പോൺസർമാരായിരുന്നു. തൊടുപുഴയിലെ വ്യാപാരികളുടെ ഈ കലാസന്ധ്യ സമീപകാലത്തിൽ വെച്ച് ഏറ്റവും മികച്ചതായിരുന്നുവെന്നും അതുപോലെ വ്യാപാരികളുടെ എല്ലാ പ്രവർത്തനത്തിലും എല്ലാവിധ സഹകരണവുമായി കൂടെയുണ്ടാവുമെന്ന് ചെയർപേഴ്സൺ സബീന ബിഞ്ചു പറഞ്ഞു. യോഗത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഇക്കോളജിക്കൽ ഡൈവറായ വെൺമണി സ്വദേശിനി ലിയോണ ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റുമായ ജാൻമോണി ദാസ്, മിമിക്രി ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ, പ്രശസ്ത ഫാഷൻ കോറിയോഗ്രാഫർ ഡാലു കൃഷ്ണ, ബിഗ് ബോസ് താരങ്ങൾ, സാമൂഹിക സാംസ്കാരിക നായകന്മാർ, സിനിമാ താരങ്ങൾ, മുനിസിപ്പൽ കൗൺസിലേഴ്സ്, വ്യാപാരി സംഘടനാ നേതാക്കൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി CK നവാസ് സ്വാഗതം ആശംസിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് സാലി S മുഹമ്മദ്, ജില്ലാ പ്രസിഡന്റ് നാസർ സൈര, ഷെരീഫ് സർഗം, ശിവദാസ്, ജഗൻ ജോർജ്, ലിജോൺസ് ഹിന്ദുസ്ഥാൻ, ഷിയാസ് എന്നിവർ പങ്കെടുത്തു. വ്യാപാരികളോടും സ്പോൺസർമാരായ ലക്ഷ്മി സിൽക്സ്, ഡോക്ടർ പ്ലസ്, ജയ്ക്കോ ജ്വൽസ്, തെരേസ, കോട്ടക് മഹേന്ദ്ര ബാങ്ക്,
ഇംപൾസ് എന്നിവരോടും പങ്കെടുത്ത എല്ലാ ജനങ്ങളോടും ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ ഇടവകകൾ തോറും പ്രവർത്തിക്കുന്ന അൽമായ സംഘടനകളായ മാതൃവേദിയും പിതൃവേദിയും മാമലക്കണ്ടം സെന്റ് ജോർജ് ഇടവകയിലും രൂപീകരിച്ചു. രൂപീകരണ യോഗം രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കയിൽ ഉദ്ഘാടനം ചെയ്തു. ഇതേക്കുറിച്ച് ജോൺസൺ കറുകപ്പള്ളിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ ഇടവകകൾ തോറും പ്രവർത്തിക്കുന്ന അൽമായ സംഘടനകളായ മാതൃവേദിയും പിതൃവേദിയും മാമലക്കണ്ടം സെന്റ് ജോർജ് ഇടവകയിലും രൂപീകരിച്ചു. ദിവ്യബലിയെ തുടർന്ന് നടന്ന രൂപീകരണ യോഗം രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ ആഴപ്പെടുക, 2 സമുദായ സ്നേഹം അവതരിപ്പിക്കുക സാമൂഹ്യമായ രംഗത്ത്, പിന്നെ 3ാമത്തെ കാര്യമാണ് നമ്മൾ ഉപരി പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കുടപിടിക്കുന്ന 2 ജനവിരുദ്ധ സർക്കാരുകളുടെ വികൃത മുഖങ്ങളാണെന്ന് അഡ്വക്കേറ്റ് വി ടി ബൽറാം പ്രസ്താവിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിങ്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ കുഴിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കുടപിടിക്കുന്ന 2 ജനവിരുദ്ധ സർക്കാരുകളുടെ വികൃത മുഖങ്ങളാണെന്ന് അഡ്വക്കേറ്റ് വി ടി ബൽറാം പ്രസ്താവിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിങ്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 3/4 നൂറ്റാണ്ട് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം ഏറ്റവും കൂടുതൽ കടപ്പാടോടുകൂടി ഓർക്കുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം. കോൺഗ്രസ് ഇല്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിലൊരു അതിശയോക്തിയില്ല, അതിലൊരു അതിഭാവുകത്വമില്ല, അതിൽ ഒരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുമില്ല. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഇന്നും ശക്തിയോടുകൂടി കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ രാജ്യം വേറെ ഏതോ സ്വഭാവത്തിലുള്ള ഒരു രാജ്യമായി മാറിപ്പോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൊക്കെ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ബംഗ്ലാദേശിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബംഗ്ലാദേശിൽ സമീപ ദിവസങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടുത്തെ പട്ടാളം അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിക്ക് നൽകിയത് 45 മിനിറ്റാണ്. 45 മിനിറ്റിനുള്ളിൽ നിങ്ങൾ രാജിവെച്ച് എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോളണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് പോലും സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന
20 വർഷത്തോളം അവിടെ പ്രധാനമന്ത്രിയായിരുന്ന ആള് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. 30 വർഷമായി CPM ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ തോമസ് ചേലമൂട്ടിലിന്റെ നേതൃത്വത്തിൽ 100-ലേറെ പ്രവർത്തകർ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു. SSLC +2 ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി. 40-ലധികം മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. ചിന്നപ്പൻ ഐക്യര കരിങ്കുന്നം ടൗണിൽ വെച്ച് നടത്തിയ പ്രകടനത്തിൽ 100 കണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ കുഴിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുജാത രവി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, റോയി K പൗലോസ്, ഷിബിലി സാഹിബ്, VE താജുദ്ദീൻ, KK തോമസ്, NI ബെന്നി, ജാഫർ മുഹമ്മദ് ഖാൻ, അഹമ്മദ് കുട്ടി, പഞ്ചായത്ത് മെമ്പർമാരായ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. കേരള ആർട്ടിസാൻസ് യൂണിയന്റെ CITU നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം നടത്തിയ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം സംഘടനാ ജില്ലാ കമ്മിറ്റി അംഗം KV ജോയ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുത്ത് സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകുക, കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള ക്ഷേമനിധി സെസ് പിരിവ് ഉടൻ ആരംഭിക്കുക, നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക, കമ്പി, സിമന്റ് തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക, സെസ് പിരിവിനെതിരെയുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ആർട്ടിസാൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. ഈ ക്ഷേമ പെൻഷനുകൾ ഓണത്തിന് മുമ്പ് അടിയന്തരമായി പെൻഷൻ വാങ്ങിക്കുന്ന തൊഴിലാളികൾക്ക് എത്തിക്കണമെന്നുള്ളതാണ് ഈ മാർച്ചും ധർണയും നടത്തിക്കൊണ്ട് യൂണിയൻ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. അതോടൊപ്പം തന്നെ മാസങ്ങളായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതിലെ അംഗങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ പലതും മുടങ്ങിക്കിടക്കുകയാണ്. കേരളത്തിൽ നിരവധി ക്ഷേമനിധി ബോർഡുകളുണ്ട്. ഇന്ത്യ രാജ്യത്ത് നോക്കിയാൽ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും വളരെയധികം നമ്മുടെ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന ഏത് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണെങ്കിലും അവരുടെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ അധ്വാനിക്കാൻ കഴിയുന്ന കാലം കഴിഞ്ഞ് ഒരു പെൻഷൻ അവരുടെ ജീവിതത്തിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ നമ്മുടെ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ ചില പദ്ധതികളിൽ ഇപ്പോൾ കൃത്യമായി പെൻഷൻ കൊടുക്കാനും ആനുകൂല്യം കൊടുക്കാനും കഴിയുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. എന്നാൽ കേരള ആർട്ടിസാൻസ് മേഖലയിൽ പണിയെടുക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ള തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷനും മുടങ്ങിയിരിക്കുകയാണ്. എന്താണതിന് കാരണം? ആ കാരണത്തെ സംബന്ധിച്ച് യൂണിയനെല്ലാം ഉത്തരവാദിത്വപ്പെട്ട ആളുകളെല്ലാം ആ കാരണങ്ങൾ നിരവധിയായ സമയങ്ങളിൽ പൊതുവേദിയിലും യൂണിയനുകളിലും ട്രേഡ് യൂണിയനുകളിലൊക്കെ എല്ലാം വിശദീകരിക്കുകയും അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം വെച്ച പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം സംഘടനാ ജില്ലാ കമ്മിറ്റി അംഗം KV ജോയ് നിർവഹിച്ചു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെയും ലയൺസ് ഡയമണ്ട് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C സേവന പദ്ധതി പ്രകാരം നടത്തിയ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N നമ്പൂതിരി നിർവഹിച്ചു. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിന്റെയും ലയൺസ് ഡയമണ്ട് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C സേവന പദ്ധതി പ്രകാരം നടത്തിയ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N നമ്പൂതിരി നിർവഹിച്ചു. സൗജന്യ നേത്രദന്ത ക്യാമ്പ് പ്ലാൻ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് അമൃത ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇവിടെ പ്ലാൻ ചെയ്തപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് അത് ഒരു പൊന്തൂലായിട്ട് തന്നെയാണ്
കണക്കാക്കിയത്. കാരണം വണ്ണപ്പുറം ഏരിയയിൽ ഒരു ചെയ്യുന്ന ഒരു കാര്യം ഏറ്റവും മികച്ച രീതിയിൽ അത് ബെനിഫിഷ്യറിക്ക് പൂർണ്ണതയിൽ അത് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം, ഒരു നെയിംസേക്ക് അല്ലാതെ ഒരു നാമമാത്രമായ രീതിയിലേക്ക് ഒതുങ്ങാതെ ഏറ്റവും മികച്ച രീതിയിൽ അത് സംഘടന മികവോടുകൂടി ചെയ്യും എന്നുള്ള ഉറപ്പുണ്ട്. അതിന്റെ ഒരു പരിണത ഫലമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു ക്യാമ്പ് തുടക്കം മാത്രമാണ്. 20ഓളം ക്യാമ്പാണ് അമൃത ഹോസ്പിറ്റലിൽ നമുക്ക് ഫസ്റ്റ് ഫേസിൽ തന്നിട്ടുള്ളത്. അതിന്റെ ആദ്യത്തെ ക്യാമ്പ് അലോങ് വിത്ത് ഡെന്റൽ ഇവിടെ അരങ്ങിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് കാരിയോട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റുവട്ടമുള്ള പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് ഇതിന്റെ സർവീസ് എത്തിക്കുവാൻ പാകത്തിന് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്ടിന്റെ ഉദ്ദേശം പൂർണ്ണതയിലെത്തുമെന്നുള്ള വിശ്വാസമുണ്ട്. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ടൗൺ പ്രസിഡന്റ് അബു അബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ജോർജ് സാജു MJF, സിബി ഫ്രാൻസിസ് PMJF, പ്രൊഫസർ സാംസൺ തോമസ് MJF, ശ്രീജിത്ത് ഉണ്ണിത്താൻ, ബേബി സെബാസ്റ്റ്യൻ, KP വിനോദ്, ഷിൻ സെബാസ്റ്റ്യൻ, ഡോക്ടർ വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൽബർട്ട് ജോസ്, ഷൈനി സന്തോഷ്, വാർഡ് മെമ്പർ സജി കണ്ണമ്പുഴ, റഷീദ് തോട്ടുങ്കൽ, രാജീവ് ഭാസ്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഡയമണ്ട് പ്രസിഡന്റ് എൽദോ പി ഐപ്പ് സ്വാഗതം ആശംസിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ജെയ്സ് ജോൺ നന്ദി പറഞ്ഞു. അമൃത ഹോസ്പിറ്റൽ പബ്ലിക് ഹെൽത്ത് വിഭാഗം മേധാവി ഡോക്ടർ വിജയകുമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഒപ്താൽമോളജി, ഡെന്റൽ വിഭാഗങ്ങളിൽ നിന്നായി 7ഓളം ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു. സൗജന്യ പരിശോധന, മെഡിസിൻ, തുടർ ചികിത്സാ സൗകര്യം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കി. ക്യാമ്പിൽ തന്നെ ചികിത്സ നൽകുന്നതിന് സൗകര്യമുള്ള മൊബൈൽ ഡെന്റൽ ക്ലിനിക്കും ഒരുക്കിയിരുന്നു. വണ്ണപ്പുറം SNM സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ ചികിത്സ തേടിയെത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡുകളിലെയും കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. വെങ്ങല്ലൂർ ഷാരോൺ മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ബാബു, MH സജീവ് എന്നിവർ ചേർന്ന് കോൺഗ്രസ് പതാക ഉയർത്തി. കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ച തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡുകളിലെയും കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. വെങ്ങല്ലൂർ ഷാരോൺ ഹാളിൽ നടന്ന മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 35 വാർഡുകളിലുള്ള കോൺഗ്രസിന്റെ കമ്മിറ്റി നമ്മുടെ വയനാട്ടിലെ ക്യാമ്പ് കഴിഞ്ഞു, സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞു. സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി സംസ്ഥാന ജില്ലാ ക്യാമ്പ് ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ് പ്രഥമ ക്യാമ്പ് നടത്തിയത്. നമ്മൾ ഈ ജില്ലയിലെ 5 നിയോജകമണ്ഡല ക്യാമ്പുകൾ കഴിഞ്ഞു. അതിനുശേഷമാണ് മണ്ഡലം ക്യാമ്പുകളിലേക്ക് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മുനിസിപ്പൽ മണ്ഡലവും. ഇവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രാധാന്യം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം, അതെല്ലാം ജോയി വെട്ടിക്കുടി ചാർജുള്ള ആൾ എന്നുള്ള നിലയിൽ ഇവിടെ വിവരിക്കുമെന്ന് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം. നിരവധി നേതാക്കന്മാരുണ്ട്. ചർച്ചകൾ, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ചർച്ചയിൽ ഉരുത്തിരിക്കുന്ന നല്ലവ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുമാണ് പാർട്ടിയുടെ കേന്ദ്ര ക്യാമ്പിൽ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ ക്യാമ്പിൽ അത് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ് ആവർത്തിക്കേണ്ടത് എന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ബാബു, MH സജീവ് എന്നിവർ ചേർന്ന് കോൺഗ്രസ് പതാക ഉയർത്തി. മിഷൻ 2025 ലക്ഷ്യങ്ങളെക്കുറിച്ച് നേതാക്കൾ സംസാരിച്ചു. KPCC ജനറൽ സെക്രട്ടറി S അശോകൻ, നേതാക്കളായ റോയി K പൗലോസ്, ജോയി വെട്ടിക്കുഴി, ഷിബിലി സാഹിബ്, NI ബെന്നി, നിഷ സോമൻ, AP ഉസ്മാൻ, ജോസ് അഗസ്റ്റ്യൻ, VE താജുദ്ദീൻ, ചാർലി ആന്റണി, TJ പീറ്റർ, ജോൺ നെടിയപാല, ജാഫർ ഖാൻ മുഹമ്മദ്, MK ഷാഹുൽ ഹമീദ്, KG സജിമോൻ, ജോയി മൈലാടി, സുരേഷ് രാജു, റോബിൻ മൈലാടി, ഷുക്കൂർ ഇസ്മയിൽ, റഷീദ് കപ്രാട്ടിൽ, ജോർജ് താനിക്കൽ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ വഞ്ചനയിലൂടെ ഇടതുമുന്നണിക്ക് മുനിസിപ്പാലിറ്റിയിൽ ഭരണ തുടർച്ച ലഭിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. താറുമാറായ റോഡുകൾ, ഓടകൾ, നടപ്പാതകൾ, ഉപയോഗയോഗ്യമല്ലാത്ത ശൗചാലയങ്ങൾ, കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിപ്പടരുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ഗുണ്ടാ വിളയാട്ടങ്ങൾ, ലഹരി വ്യാപനം എന്നിവയ്ക്കെതിരെ ജനസമരങ്ങൾ വളർത്തിയെടുക്കുവാൻ ക്യാമ്പ് തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
തൊടുപുഴ ദീനദയ സേവാ ട്രസ്റ്റ് കോലാനി നിവാസികളുടെ സഹകരണത്തോടെ കോലാനി ഗോകുലം ബാലഭവനിൽ ഓണോത്സവം സംഘടിപ്പിച്ചു. ട്രസ്റ്റിന് കീഴിലുള്ള ഗോകുലം ബാലഭവൻ, ദീനദയ പാലിയേറ്റീവ് ഹോം കെയർ സർവീസ്, സുദർശനം സ്പെഷ്യൽ ഡേ കെയർ സെന്റർ, ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവ സംയുക്തമായിട്ടാണ് ഓണോത്സവം സംഘടിപ്പിച്ചത്. തൊടുപുഴ സ്മിത ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ രാജേഷ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ദീനദയ സേവാ ട്രസ്റ്റ് ചെയർമാൻ PNS പിള്ള അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ദീനദയ സേവാ ട്രസ്റ്റ് കോലാനി നിവാസികളുടെ സഹകരണത്തോടെ കോലാനി ഗോകുലം ബാലഭവനിൽ ഓണോത്സവം 2024 സംഘടിപ്പിച്ചു. ട്രസ്റ്റിന് കീഴിലുള്ള ഗോകുലം ബാലഭവൻ, ദീനദയ പാലിയേറ്റീവ് ഹോം കെയർ സർവീസ്, സുദർശനം സ്പെഷ്യൽ ഡേ കെയർ സെന്റർ, ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവ സംയുക്തമായിട്ടാണ് ഓണോത്സവം സംഘടിപ്പിച്ചത്. ഓണപ്പൂക്കളം ഒരുക്കുകയും താളമേളങ്ങളും പുലിക്കളിയും മാവേലി സന്ദർശനവും എല്ലാം പരിപാടിക്ക് മാറ്റുകൂട്ടി. തൊടുപുഴ സ്മിത ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ രാജേഷ് നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദീനദയ സേവാ ട്രസ്റ്റ് ചെയർമാൻ PNS പിള്ള അധ്യക്ഷത വഹിച്ചു. കൂത്താട്ടുകുളം ശ്രീധരീയം ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ N നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. ഓണക്കോടി വിതരണ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ കവിത വേണു നിർവഹിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ S ലതികാമ, ചീഫ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി KP ജഗദീഷ് ചന്ദ്ര, ആഘോഷ കമ്മിറ്റി ചെയർമാൻ PK മഹാദേവൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ PS സുധീഷ്, ഗോകുലം ബാലഭവൻ പ്രസിഡന്റ് VK സദാശിവൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു. ഇത് ഓണക്കാലത്ത് ഓണനിബന്ധനമേള ദീനദയ സേവാ ട്രസ്റ്റ് നടത്തുന്നത് ഈ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിലാണ്. അതിന് പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംരംഭമായി വാഴ്ത്തപ്പെടുന്നു. കാരണം കലർപ്പില്ലാത്ത വെളിച്ചെണ്ണയുണ്ടാക്കുന്ന ഉപ്പേരിയും മറ്റ് ഓണ വിഭവങ്ങളും കിട്ടുന്ന ഒരു ഇടമായി ഈ തൊടുപുഴ നിവാസികൾ കരുതുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രവുമല്ല, കൃത്യമായി എല്ലാ ആഴ്ചയും അവരുടെ കൂട്ടായ്മ ഉണ്ടാവാറുണ്ട്, വാർഷിക പൊതുയോഗങ്ങൾ നടത്താറുണ്ട്, ആഭരണ നിർമ്മാണം തുടങ്ങിയ നിർമ്മാണ പരിശീലനങ്ങൾ നടത്തിവരുന്നുണ്ട്. മറ്റ് വിവാഹപൂർവ്വ കൗൺസിലിംഗ് പോലെയുള്ള ബോധവൽക്കരണ ക്ലാസുകളും നടത്തുന്നുണ്ട്. 2013 ട്രസ്റ്റ് ആരംഭിച്ച പ്രസ്ഥാനമാണ് ദീനദയ പാലിയേറ്റീവ് ഹോം കെയർ സർവീസ്. നമുക്കറിയാം, ഒരു കിടപ്പ് രോഗി ഒരു വീട്ടിൽ ഉണ്ടാവുക, ഗുരുതരമായ രോഗം ബാധിച്ച് ഉണ്ടാവുക എന്നത് ആ കുടുംബത്തിന്റെ താളം തെറ്റിക്കുന്ന, കുടുംബ വ്യവസ്ഥ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള കിടപ്പ് രോഗികൾക്കും വാർദ്ധക്യ സഹജമായ അവസ്ഥകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും വീട്ടിലെത്തി സഹായവും സാന്ത്വനവും നൽകുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ദീനദയ പാലിയേറ്റീവ് ഹോം കെയർ സർവീസ് പ്രവർത്തിക്കുന്നത്. തുടർന്ന് ബാലഭവനിലെയും സുദർശനം സ്പെഷ്യൽ സ്കൂളിലെയും കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നൃത്തനൃത്യങ്ങളും, കാഞ്ഞിരമറ്റം ശ്രീരുദ്ര തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരയും സമ്മാനദാനവും നടന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗായത്രി ഡിസൈൻസിന്റെ പുതിയ ഷോറൂം തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവാഹ പട്ടുസാരികൾ, ഡിസൈൻ സാരികൾ, ട്രെൻഡി കുർത്തീസ്, ലാച്ച, ലഹങ്ക, ചുരിദാർ ആൻഡ് മെറ്റീരിയൽസ് എന്നിവയുടെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ഡിസൈനുകളാണ് ഗായത്രി ഡിസൈൻസ് തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ദേവനന്ദ രതീഷ് ഭദ്രദീപം തെളിയിച്ചു. തൊടുപുഴയ്ക്ക് 1000 വർണ്ണങ്ങളിൽ തീർത്ത ഫാഷൻ ശ്രേണിയുമായി നൂതന ഫാഷൻ ഡിസൈനുകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഗായത്രി ഡിസൈൻസിന്റെ പുതിയ ഷോറൂം തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവാഹ പട്ടുസാരികൾ, ഡിസൈൻ സാരികൾ, ട്രെൻഡി കുർത്തീസ്, ലാച്ച, ലെഹങ്ക, ചുരിദാർ ആൻഡ് മെറ്റീരിയൽസ് തുടങ്ങി സ്ത്രീ വസ്ത്ര സങ്കല്പങ്ങൾക്ക് മികവിന്റെ കയ്യൊപ്പ് ചാർത്തുകയാണ് ഗായത്രി ഡിസൈൻസ്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സുപ്രസിദ്ധ സിനി ആർട്ടിസ്റ്റ് ദേവനന്ദ രതീഷ് ഭദ്രദീപം തെളിയിച്ചു. സജീവ വർഷങ്ങളായിട്ട് തൊടുപുഴയിൽ സ്ഥാപനം നടത്തി വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭം ഈ കോംപ്ലക്സിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും കൂടുതൽ ബ്രാഞ്ചുകൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തൊടുപുഴ മർച്ചന്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രജീഷ് രവി ആദ്യ വിൽപ്പന നിർവഹിച്ചു. യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ PG രാജശേഖരൻ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽകുമാർ PNK, ഇടുക്കി ജില്ലാ മർച്ചന്റ് യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് താജു MP, തൊടുപുഴ മർച്ചന്റ് യൂത്ത് വിംഗ് സെക്രട്ടറി ജോഷി ജോർജ്, ട്രഷറർ സിയാദ് PM എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. അപ്പോൾ ഇത് വൻ വിജയം മാറട്ടെ എന്നും ഇനി ഒരുപാട് ബ്രാഞ്ചുകൾ പല സ്ഥലങ്ങളിൽ ആരംഭിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി അങ്ങളിലും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഗായത്രി ഡിസൈൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സജീവിൻ്റെ പുതിയ ഷോറൂം ഗായത്രി ഡിസൈൻസിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നമ്മുടെ സജീവേട്ടനാണെങ്കിൽ ഇടുക്കിയുടെ ഒരു ബോച്ചയാണ്. അദ്ദേഹത്തെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സ്ഥാപനങ്ങൾക്ക് എന്നും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചു. ഈ പുതിയതായിട്ട് തുടങ്ങിയ ഗായത്രി ഡിസൈൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. മാനേജ്മെന്റിനോടൊപ്പം തന്നെ സ്റ്റാഫുകളുടെ അകൈതവുമായ പിന്തുണയാണ് ഗായത്രി ഡിസൈൻസിന്റെ വലിയൊരു വിജയ കാരണം. കൂടാതെ വിലക്കുറവിലുള്ള വസ്ത്രങ്ങളും കൂടാതെ മാനേജ്മെന്റിന്റെ പൂർണ്ണ സഹകരണവുമാണ് ഒരു വസ്ത്രവ്യാപാര രംഗത്തിന്റെ വിജയത്തിന്റെ തുടക്കം. സജീവൻ ചേട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. മുന്നോട്ടും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഓണക്കാലത്ത് തന്നെ എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചതും വളരെയധികം നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതിന് എല്ലാവിധ വിജയാശംസകളും നേർന്നു. സജീവേട്ടനും കുടുംബത്തിനും എല്ലാവിധ പ്രാർത്ഥനകളും ആയുരാരോഗ്യം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വിവാഹ പട്ടുസാരികൾ, ഡിസൈൻ സാരികൾ, ട്രെൻഡി കുർത്തീസ്, ലാച്ച, ലെഹങ്ക, ചുരിദാർ എന്നിവയ്ക്കൊപ്പം ട്രഡീഷണൽ പാറ്റേണിൽ ഡിസൈൻ ചെയ്ത സെറ്റ് സാരികൾ, സെറ്റ് മുണ്ടുകൾ, സെറ്റ് ചുരിദാറുകൾ, മെറ്റീരിയൽ, പട്ടുപാവാട എന്നിവയുടെ വ്യത്യസ്ത കളക്ഷനും ഗായത്രി ഡിസൈൻസ് തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും ഉപയോക്താവിന്റെ അഭിരുചിക്കനുസൃതമായി ഏത് ഫാഷനിലും ഡിസൈനിലും സ്റ്റിച്ച് ചെയ്ത് നൽകുന്ന വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ സേവനവും സ്ഥാപനത്തിൽ ലഭ്യമാണ്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഗായത്രി ഡിസൈൻസ് ആൻഡ് വെഡ്ഡിംഗ് സെന്റർ സഹോദര സ്ഥാപനമാണ്. നാളിതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നതിനൊപ്പം തുടർന്നും ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും മാനേജ്മെന്റ് അറിയിച്ചു. നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയ പ്രസിദ്ധിയും കാര്യങ്ങളൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ എൻ്റെ സ്റ്റാഫുകളെന്നല്ല, എൻ്റെ കുടുംബത്തിലെ എൻ്റെ കൂട്ടുകാർ
അവരെ കുടുംബാംഗങ്ങളെ പോലെയാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അവർക്ക് ഒരുപാട് നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ടാണ് അവരോട് ആദ്യം നന്ദി പറയുന്നു. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് വ്യാപാര സ്ഥാപനങ്ങളും ജനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു തുടക്കമൊക്കെ കുറിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായി ഏകോപി. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ എല്ലാവരും വിളിച്ച എൻ്റെ എല്ലാ കൂട്ടുകാരോട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരുടെ പേരെടുത്തൊന്നും പറയുന്നില്ല. നമ്മുടെ യൂത്തുവെങ്കിലും എൻ്റെ കൂട്ടുകാരുണ്ട്. പിന്നെ ബാക്കി എല്ലാ ബന്ധുമിത്രാദികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നാളും സഹകരിച്ചതിലും നന്ദി, സന്തോഷം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യുവതിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കുമെതിരെ ഭർതൃ സഹോദരന്റെ ഗാർഹിക പീഡനം. അഭിഭാഷകൻ കൂടിയായ റോബിൻ മാനുവലിന്റെ പീഡനം മൂലം ആത്മഹത്യയുടെ വക്കിലാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും മുണ്ടൻകുടി സ്വദേശി കൊല്ലംപറമ്പിൽ ലിജി റിക്സൺ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭർത്താവിൽ നിന്നും കൃത്രിമ ആധാരം ചെയ്താണ് തന്നെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് സ്ഥലവും വീടും കയ്യേറുവാൻ ശ്രമിക്കുന്നതെന്ന് ലിജി ആരോപിച്ചു. 2018 ലിജി റിക്സൺ വിവാഹം കഴിഞ്ഞ് നാരംകാനത്ത് കുടുംബ വീട്ടിൽ ഭർത്താവിനൊത്ത് താമസമാക്കിയത്. 6ഉം 4ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ഇവർക്കുള്ളത്. വിവാഹം കഴിച്ച ലിജിയെ കൊണ്ടുവന്ന വീടും സ്ഥലവും മദ്യപാനിയായിരുന്ന ഭർത്താവിൽ നിന്നും കൃത്രിമ ആധാരം ചെയ്ത് കൈവശപ്പെടുത്തിയ അഭിഭാഷകനായ മൂത്ത സഹോദരൻ റോബിൻ മാനുവലാണ് ഇപ്പോൾ തന്നെയും മക്കളെയും വീട്ടിൽ നിന്നിറക്കിവിട്ട് വീടും സ്ഥലവും കയ്യേറുവാൻ ശ്രമിക്കുന്നതെന്ന് ലിജി ആരോപിച്ചു. തുടർന്ന് ലിജിക്കും അയൽവാസികൾക്കുമെതിരെ കേസ് ഫയൽ ചെയ്തെങ്കിലും ലിജിക്ക് വീട്ടിൽ താമസിക്കുവാൻ പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞു. പിന്നീട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയെങ്കിലും ഹൈക്കോടതി അതും തള്ളി. ഇതിനുശേഷം പുറത്തുനിന്നുള്ള ആളുകളെ കൂട്ടി വീട്ടിൽ കയറി ലിജിയെയും കുട്ടികളെയും ഇറക്കിവിടാൻ ശ്രമിച്ചെങ്കിലും നല്ലവരായ നാട്ടുകാരുടെ സംരക്ഷണം കൊണ്ടത് നടന്നില്ല. ഇതിനിടയിൽ കടബാധ്യത മൂലം ഗൾഫിലേക്ക് കയറിപ്പോയ ഭർത്താവിനെ ഇല്ലാ കഥകൾ പറഞ്ഞ് ലിജിയുമായി അകറ്റി. തുടർന്ന് ഭർത്താവിനെതിരെ ചിലവിന് കിട്ടുവാൻ കട്ടപ്പനയിൽ കേസ് കൊടുപ്പിച്ചു. പിന്നീട് ഭർത്താവിനെ വിളിച്ച് ആക്ഷേപം പറഞ്ഞ് കുടുംബം പൂർണ്ണമായി തകർത്തു. ഇതിനു പുറമെ പിതാവ് മരണപ്പെട്ടിട്ടുള്ള തന്റെ ഏക ആശ്രയമായ അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമായി ഭർത്താവും സഹോദരൻ വക്കീലും ചേർന്ന് 25 ലക്ഷത്തിലധികം രൂപ പല കാരണങ്ങളിലായി പല സമയത്ത് ഇവർ കൈപ്പറ്റിയെന്നും ഇതുകൊണ്ട് തറവാട് വീട് പുതുക്കി പണിതതായും ഈ വീട്ടിൽ നിന്നാണ് തന്നെ ഇപ്പോൾ ഇറക്കിവിടാൻ ശ്രമിക്കുന്നതെന്നും ലിജി പറഞ്ഞു. വിവാഹം കഴിച്ച് എന്നെ കൊണ്ടുവന്ന വീട്ടിൽ ഞാൻ ഭർത്താവുമൊത്ത് താമസിച്ചു വരികയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ അഭിഭാഷകനായ അഡ്വക്കേറ്റ് റോബിൻ മാനുവൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള വീട് സ്ഥലവും അത് കൃത്രിമ ആധാരം ഉണ്ടാക്കി അയാളുടെ പേരിലേക്ക് എഴുതി വാങ്ങിച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കെതിരെയും എനിക്കെതിരെയും കള്ളക്കേസ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഹൈക്കോടതി ഒരു വിധി വന്നു. ഞങ്ങൾക്കും പ്രൊട്ടക്ഷൻ തരണം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്നുള്ളൊരു ഓർഡറും കൂടിയാണ് അവിടുന്ന് തന്നത്. പിന്നെയും ആ കേസ് അയാൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിന് പോയി. അവിടെ നിന്ന് ഹൈക്കോടതി തള്ളിയ കേസാണ്. പിന്നെയും എന്നെയും പിള്ളേരെയും അതുപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാവരെയും ഇയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഡ്വക്കേറ്റ് റോബിൻ മാനുവലിന്റെ കൂട്ടത്തില് ഇവരുടെ ചേട്ടന് റെജി മാനുവലും കൂടിയാണ് ഇപ്പൊ ഇതിനകത്തുനിന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്.
എനിക്ക് ഈ പിള്ളേരുടെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ ഒരു നീതി വേണം. എനിക്ക് എൻ്റെ ഈ അവസ്ഥ എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തന്നതെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. നിങ്ങൾക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ, നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ ഈ ഏൽപ്പിക്കുകയാണ് ഈ ഒരു പ്രശ്നം. നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. തന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ പൂർണ്ണ സംരക്ഷണം നൽകുവാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ലിജി ആവശ്യപ്പെട്ടു. കൂടാതെ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് ചീഫിനും പരാതി സമർപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലിജിക്കൊപ്പം അമ്മ ലാലി ജോൺ, സഹോദരൻ സിജോ ജോൺ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ആസൂത്രണ സമിതി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണ ആശുപത്രി പ്രസിഡന്റ് KU ബിനു അധ്യക്ഷത വഹിച്ചു. സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിൽ 10ഓളം ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു. ചെറുതോണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന യോഗത്തിൽ സഹകരണ ആശുപത്രി പ്രസിഡന്റ് KU ബിനു അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് KP സുമോദ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രഭാത് അങ്കച്ചൻ, TE നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സജി തടത്തിൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സോജൻ വർഗീസ്, ആൽബിൻ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവലിൽ രാഹുൽ ശശിധരൻ സംവിധാനം ചെയ്ത രാജകുമാരി മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർട്ടിൻ സംവിധാനം ചെയ്ത ഹിതം ആണ് മികച്ച രണ്ടാമത്തെ ചിത്രം. മികച്ച മൂന്നാമത്തെ ചിത്രമായി സിരിൻസൺ സംവിധാനം ചെയ്ത അവസാനത്തെ മോഷണം തിരഞ്ഞെടുക്കപ്പെട്ടു. 23-ന് ഉച്ചകഴിഞ്ഞ് 3-ന് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും. അവാർഡിനർഹമായ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവലിൽ രാഹുൽ ശശിധരൻ സംവിധാനം ചെയ്ത രാജകുമാരി മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബിൻ മാർട്ടിൻ സംവിധാനം ചെയ്ത ഹിതമാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. മികച്ച മൂന്നാമത്തെ ചിത്രമായി സിരിൻസൺ സംവിധാനം ചെയ്ത അവസാനത്തെ മോഷണവും തിരഞ്ഞെടുക്കപ്പെട്ടു. റിജിൻ രാജേഷ് സംവിധാനം ചെയ്ത വെള്ളിയാഴ്ചകളിലെ വെള്ളിമുട്ടകൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹമായി. മികച്ച നടനായി ബോബി നായരും മികച്ച നടിയായി വൈഗ കെ സജീവും തിരഞ്ഞെടുക്കപ്പെട്ടു. ഹിതം സംവിധാനം ചെയ്ത ഫെബിൻ മാർട്ടിൻ മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനും എഡിറ്റർക്കുമുള്ള അവാർഡ് നേടി. ഷാരൂൺ ശ്രീനിവാസാണ് മികച്ച ക്യാമറാമാൻ. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് KC സിദ്ധാർത്ഥൻ കരസ്ഥമാക്കി. ലഭിച്ച ചിത്രങ്ങൾ മികച്ച നിലവാരം പുലർത്തിയിരുന്നതായി വിധികർത്താക്കളിൽ ഒരാളായ ജിൻഡോ ജോൺ പറഞ്ഞു. ഈ ജഡ്ജ്മെന്റിന് ലഭിച്ച ചിത്രങ്ങളിൽ എല്ലാം വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ചിത്രങ്ങളായിരുന്നു. ഇത് തമ്മിൽ അവസാനം വന്നപ്പോഴേക്കും അരമാർക്കിന്റെ 1 മാർക്കിന്റെ ഒക്കെ മാത്രമാണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത്. എങ്കിലും ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ എഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ക്യാമറ മേഖല, സൗണ്ട്, അതുപോലെ സംവിധാനം എല്ലാം അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ജഡ്ജ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാർക്കുകൾ ഏകദേശം ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫൈനലിൽ എല്ലാവരും വളരെ മികച്ചവരാണ് എന്ന് പറയുന്നതിനേറെ സന്തോഷമുണ്ട്. ജഡ്ജസ് പാനലിനെ ഞാൻ വെറുതെ ഒന്ന് പറയാം. ഒന്ന് പ്രദീപ് നായർ, അദ്ദേഹം നാഷണൽ അവാർഡ് വിന്നറാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരിടം എന്നുള്ള ഒരു മൂവിക്ക് നാഷണൽ അവാർഡും, കുട്ടനാട് ഒരു അപൂർവ മരുതുതിന എന്നുള്ള മൂവിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടിയ വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് മൂവികളുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. അടുത്തത് K രാജഗോപാൽ, എഡിറ്റിംഗ് K രാജഗോപാൽ. ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ മുഴുവൻ, ചെന്നൈയിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾ മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒരുപാട് മേടിച്ചു കൂട്ടിയിട്ടുള്ള ആളാണ്. ഒരു ചിത്രം എന്നൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരുവിധ പടങ്ങൾ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ എഡിറ്റ് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ പ്രമോദ് K പിള്ളൈ, സിനിമാറ്റോഗ്രാഫറാണ്. ക്യാമറയുടെ അർത്ഥതലങ്ങളിൽ വളരെ മികവ് തെളിയിച്ച ആളാണ്. മുന്തിരിവള്ളികൾ തീർക്കുമ്പോൾ എന്നുള്ള മോഹൻലാൽ ചിത്രം മുതൽ എലോൺ, പോളിടെക്നിക് മുതലായ ചിത്രങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരുപാട് പരസ്യ ചിത്രങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ മൈസെൽഫ്, ഞാൻ ഒരു ബേസിക്കലി സൗണ്ട് എഞ്ചിനീയർ, സൗണ്ട് ഡിസൈനിങ്, അതുപോലെ
മ്യൂസിക് ഡയറക്ടർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. 20 വർഷമായിട്ട് ഫീൽഡിലുള്ള ആളാണ്. മികച്ച ഷോർട്ട് ഫിലിമിന് 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. രണ്ടാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും. മൂന്നാമത്തെ മികച്ച ഷോർട്ട് ഫിലിമിന് 5,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. 23-ന് ഉച്ചകഴിഞ്ഞ് 3-ന് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡുകൾ വിതരണം ചെയ്യും. അവാർഡിനർഹമായ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. സംവിധായകനും തിരക്കഥാകൃത്തുമായ പ്രദീപ് നായർ, ഫിലിം എഡിറ്റർ കെ രാജഗോപാൽ, ഛായാഗ്രാഹകനായ പ്രമോദ് കെ പിള്ള, സംഗീത സംവിധായകനും സൗണ്ട് എഞ്ചിനീയറുമായ ജിൻഡോ ജോൺ എന്നിവരായിരുന്നു ജൂറി പാനലിൽ ഉണ്ടായിരുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ, നാഗാർജുന ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ CS കൃഷ്ണകുമാർ, വിധികർത്താവ് ജിൻഡോ ജോൺ, വൈസ് പ്രസിഡന്റ് PKA ലത്തീഫ്, ഫെസ്റ്റിവൽ കൺവീനർ ലിൻഡോ തോമസ്, കോർഡിനേറ്റർ ഉണ്ണി രാമപുരം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരെ സജ്ജരാക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. പഴയ വിടുതി മിൽമ ഹാളിൽ ചേർന്ന യോഗം മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷത വഹിച്ചു. 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനു വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരെ സജ്ജരാക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. പഴയ വിടുതി മിൽമ ഹാളിൽ ചേർന്ന യോഗം മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് ജനങ്ങൾ ശരിമാക്കിട്ടു എന്നുള്ളതാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 18ാമത് ലോക്സഭയിൽ കഴിഞ്ഞ് 19ാം ലോക്സഭയിലേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് രാജ്യം ആസേവിമാതിരം നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പോൾ അധികാരത്തിലേക്ക് കേവലം നടക്കാൻ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം സാങ്കേതികമായി നമുക്ക് പറയാമെങ്കിലും ഈ സർക്കാർ സമ്പൂർണ്ണമായ പരാജയമായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഈ സർക്കാർ കർഷകർക്കും ജനങ്ങൾക്കും ഒരു ബാധ്യതയായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് സാംശീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയണം എന്ന് മാത്രമേ ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നു. KPCC അംഗങ്ങളായ തോമസ് രാജൻ, MN ഗോപി, KS അരുൺകുമാർ, R ബാലൻപിള്ള, KP ഗോപിദാസ്, MB ജോസ്, ബെന്നി തുണ്ടത്തിൽ, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടബ്ലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷനായി. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാജാക്കാട് പഞ്ചായത്ത് എങ്ങനെ പിടിക്കാമെന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നേതൃയോഗമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ആരും അനുയായികളല്ല, ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഈ രാജാക്കാട് പഞ്ചായത്തിനെ ഇലക്ഷനിൽ നയിക്കേണ്ട നേതാക്കന്മാർ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പിൽ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അതാത് വാർഡുകളിൽ നല്ല രീതിയിലുള്ള വാർഡ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടും ഇതിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ഓരോരുത്തരും ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാജീവ്, രവി ഇട്ടിക്കൽ എന്നിവർ ക്ലാസ് നയിച്ചു. ബൂത്ത് പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ്, മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ടൈംസ് എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് കുടുംബ സംഗമം നടത്തി. അൽ-അസർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ മെഡിക്കൽ പ്രിവിലേജ് കാർഡിന്റെ വിതരണോദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും അൽ-അസർ CEO സുധീർ ബാസുരിയും ചേർന്ന് നടത്തി. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കുടപിടിക്കുന്ന 2 ജനവിരുദ്ധ സർക്കാരുകളുടെ വികൃത മുഖങ്ങളാണെന്ന് അഡ്വക്കേറ്റ് VT ബൽറാം. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബിൻ്റെയും ലയൺസ് ഡയമണ്ട് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ സൗജന്യ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N നമ്പൂതിരി നിർവഹിച്ചു. കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡുകളിലെയും കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. തൊടുപുഴ ദീനദയ സേവാ ട്രസ്റ്റ്,
കോലാനി നിവാസികളുടെ സഹകരണത്തോടെ കോലാനി ഗോകുലം ബാലഭവനിൽ ഓണോത്സവം സംഘടിപ്പിച്ചു. തൊടുപുഴ സ്മിത ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ രാജേഷ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.